ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചുരുക്കി വെക്കും. മോനെ കേശവ, ഓ എത്രയുണ്ട് ദുട്ടാ? ആ ദുട്ട് 2450. 2450 തന്നല്ലേ 2450? എന്റെ പൊന്നെ. എടാ ഇനിയിപ്പോ കരകാറ്റി എങ്ങനെ അമ്മൂമ്മ അടുത്ത് പറഞ്ഞു കൊടുത്തു വേണോ? പേടിച്ചിട്ട് പറഞ്ഞു കൊടുക്കൂല. നീ പറഞ്ഞു കൊടുക്കൂ? പറയാൻ പറ്റില്ല, രണ്ടും ഭയങ്കര സെറ്റാ. നമ്മളിപ്പോ തമാശക്ക് അമ്മൂമ്മയുടെ അടുത്ത് ആന്റീനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കൊടുത്താണ്ടല്ലോ, നേരെ ഇരുട്ടി വെളുക്കുന്നതിന് മുന്നേ അമ്മൂമ്മ അത് ആന്റിയുടെ ചെവിയിൽ എത്തിച്ചിരിക്കും. തിരിച്ചും അതുപോലെ തന്നെ. ആന്റീനെ പറ്റി അമ്മൂമ്മ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെ. നീ ഒരു കാര്യം ചെയ്, നൈസായിട്ട് കനകാന്റീനെ വിളിക്കും. ചേച്ചി വിളിച്ചില്ലേ? ഇല്ല. ഇതുകൊണ്ടാണ് ഞാൻ ചെവി മൊത്തെടുത്തത്. നിന്റെ ഒടുക്കത്ത ധരവിളി പയ്യെ വിളിച്ചാ പോരെ, കേക്കൂലേ? പിന്നെ അടുക്കളയ്ക്ക് നാളെ ഞാൻ എങ്ങനെ വിളിക്കണം? മന്ത്രം ചൊല്ലുന്ന വിളിക്കണോ? എടാ ഈ അടുക്കള എന്ന് പറയുന്നത് നീ കാണുന്നതല്ലേ. എനിക്ക് ഇത്ര ഉറക്കം വിളിക്കണം എന്തിനാ? പയ്യെ വിളിച്ചാലും മതി. என்னடா கேசு, என்ன லட்சு? என்னடா நீங்க ரெண்டு பேரும் இப்படி என்ன முறைச்சு பாக்குறீங்க? நிஜமா சொல்றேன், நான் அம்மா கிட்ட ஒண்ணுமே சொல்லல. ആന്റി, ഞങ്ങളുടെ ആന്റി അടുത്ത് എന്തെങ്കിലും ചോദിച്ചാ? இல்ல. പിന്നെ എന്തിനാണ് ഇപ്പൊ ഒരു കാര്യമില്ലത് നിജമാ അമ്മക്കിட்ட ഒന്നും சொல்லலன்னு சொன்னேன். நீங்க முறைச்சு பார்த்தப்போ நீங்க என்ன சந்தேகப்படுறீங்கன்னு எனக்கு தெரிஞ்சது. ആന്റിക്ക് വന്നേ. எதுக்கு? എടി ഇരി ആന്റി. ഇങ്ങനെ ചങ്കരപ്പെട്ട് നിക്കല്ലേ. വാ 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 ഇരി. കനാൻഡി, കനകാൻഡി പ്രതിയാവും. நானா? நான் என்ன செஞ்சேன்? ഞങ്ങളെ ചതിച്ചാ ഞങ്ങളും തിരിച്ച് ചതിക്കും. நான் ஏமாத்த மாட்டேன். മധുര മീനാക്ഷി അമ്മയെ തൊട്ട് സത്യം ചെയ്യും. ஐயோ அப்படியெல்லாம் சத்தியம் போடக்கூடாது. അങ്ങനെയാണെങ്കിൽ ആന്റി പ്രതിയാവും. ஐயோ நான் അതും ചെയ്യും. மதுரை மீனாட்சி அம்மா சத்தியமா? അമ്മ കിട്ട நான் அம்மா கிட்ட சொல்ல மாட்டேன். എന്തോ പറഞ്ഞേ? അമ്മയോട് പറയത്തില്ലെന്ന് മധുര മീനാക്ഷിയെ തൊട്ട് സത്യം ചെയ്ത എന്തോന്ന് ഇപ്പൊ പറയണം.